പ്രിയപ്പെട്ട കണ്ണൂർ സംഗീത കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, തൂലികയിൽ വിരിഞ്ഞ ഗാനങ്ങൾ എന്ന ഈ തലക്കെട്ടിൽ ഈ ആഴ്ച നമ്മൾ യൂസഫ് അലി കേച്ചേരിയുടെ ഗാനങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. യൂസഫ് അലി കേച്ചേരിയുടെ ഗാനങ്ങൾ ഏവർക്കും പാടാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കവി, അതിലുപരി ഗാനരചയിതാവ്, നിർമ്മാതാവ്, ചലച്ചിത്ര സംവിധായകൻ എന്നിവയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രതിഭയാണ് യൂസഫ് അലി. 1934 മെയ് 16 തൃശൂർ ജില്ലയിലെ കേച്ചേരി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. 2015 മാർച്ച് 21 കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഈ കാലയളവിൽ അദ്ദേഹം ഒരുപാട് ജൈത്രയാത്ര തന്നെ നടത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ. യൂസഫ് അലി സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ മരം, വനദേവത, സിന്ദൂരച്ചെപ്പ് തുടങ്ങിയ ഗാനങ്ങൾ ഉൾപ്പെടും. ഇതിലെ ഗാനങ്ങളും അദ്ദേഹം തന്നെയാണ് രചിച്ചിട്ടുള്ളത്. സംഗീതം ദേവരാജൻ മാസ്റ്ററും. ഇതിനിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി. 1993 ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള പുരസ്കാരം ഗസൽ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയതിന് 93 കിട്ടി. ിൽ പരിണയം എന്ന ചിത്രത്തിനും നല്ല പുരസ്കാരം കിട്ടി. തൊണ്ണൂറ്റിയെട്ടിൽ സ്നേഹം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനരചന നടത്തിയതിൽ ഏറ്റവും നല്ല മികച്ച ഗാനരചയിതാവിനായുള്ള പുരസ്കാരം കിട്ടി. ആയിരത്തി 1999 ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി പുരസ്കാരം കിട്ടി. ൽ നാഷണൽ ഫിലിം അവാർഡ് ബെസ്റ്റ് റിലിക് മഴ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് എത്തി. കൂടാതെ പ്രേം നസീർ അവാർഡ് കിട്ടി. ബാലാമണി അമ്മ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടി എന്നുവേണ്ട ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. കവിതയാകട്ടെ 1000 നാവുള്ള ആനന്ദൻ, അതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ് കിട്ടി. ആശാൻ സ്മാരക
കവിതാ പുരസ്കാരം, അങ്ങനെ ഒട്ടേറെ ഒരു ദശാബ്ദകാലം പറഞ്ഞാലും തീരാത്ത അത്രയും പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. യൂസഫ് അലി വിവിധ സംഗീത സംവിധായകരുമായി കൂട്ടുചേർന്നിട്ടുണ്ട്. അതിൽ ബാബുരാജ്, ദേവരാജ മാസ്റ്റർ, അർജുന മാസ്റ്റർ, കെ രാഘവൻ, എ ടി ഉമ്മർ, കെ ജെ ജോയ്, എം എസ് വിശ്വനാഥൻ, ദക്ഷിണാമൂർത്തിയുമായി ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ഗാനം മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെ നൗഷാദ്, അതുപോലെ കണ്ണൂർ രാജൻ, ശ്യാം എന്നിവരുമായിട്ടും അദ്ദേഹം ഒട്ടേറെ ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്ററാണ് ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത്. ഇസ്ലാം മതത്തിൽ ജനിച്ച അദ്ദേഹം ജന്മം കൊണ്ട് മുസ്ലിമും അതുപോലെ മറ്റു കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അധികവും ഹിന്ദു മതത്തിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം. ഹിന്ദുമത സംസ്കാരത്തോട് കൂടി യോജിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. സംസ്കൃത പണ്ഡിതനും അതുപോലെ ഭഗവത്ഗീത എന്നിവയിൽ നല്ല പാണ്ഡിത്യവുമാണ് അദ്ദേഹത്തിനുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ അദ്ദേഹം എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവിടുത്തെ ക്ഷേത്രാനുഷ്ഠാനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ പൂജാതി കർമ്മങ്ങളെക്കുറിച്ചും നല്ല അറിവാണ് അദ്ദേഹത്തിന്. അതാണ് യൂസഫ് അലിയുടെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ കൃഷ്ണഭക്തിഗാനം അതുപോലെയുള്ള മറ്റു ഭക്തിഗാനങ്ങളും അദ്ദേഹമാണ് കൂടുതലും എഴുതിയിട്ടുള്ളത്. അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനശാഖാരംഗത്ത് ഒട്ടേറെ സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. മൂടുപടം, അമ്മു, ഉദ്യോഗസ്ഥ, ഖദീജ, കാർത്തിക, അഞ്ചു സുന്ദരികൾ, പ്രിയ, മിണ്ടാപ്പെണ്ണ്, പൂമ്പാറ്റ, സിന്ദൂരച്ചെപ്പ്, മരം, മാസപ്പടി മാതുപിള്ള, പാതിരാവും പകൽ വെളിച്ചവും, നിറമാല, കല്യാണപ്പന്തൽ, പഞ്ചമി, കാമധേനു, ചിരിക്കൊടുക്ക, അരുത്, വനദേവത, നീതിപീഠം, ശ്രീദേവി, ദ്വീപ്, രണ്ട് ലോകം, സ്നേഹയമുന, വീടൊരു സ്വർഗം, ഇതാ ഇവിടെ വരെ, ആ നിമിഷം, സമുദ്രം, തച്ചോളിയമ്പു, ഇനിയും പുഴയൊഴുകും, ആകാശം, സ്നേഹിക്കാനൊരു പെണ്ണ്, പാവാടക്കാരി, രാപ്പാടികളുടെ ഗാഥ, സത്രത്തിൽ ഒരു രാത്രി, നിവേദ്യം, അവർ ജീവിക്കുന്നു, പുത്തരി അംഗം, ചക്രായുധം, മദാലസ, ഈറ്റ, സൗന്ദര്യം, ഇതാ ഒരു തീരം, ഓർമ്മയിൽ നീ മാത്രം, പൊന്നിൽ കുളിച്ച രാത്രി, അനുഭവങ്ങളെ നന്ദി, സുഖത്തിന്റെ പിന്നാലെ, പിച്ചാത്തിക്കുട്ടപ്പൻ, അലാവുദ്ദീനും അത്ഭുത വിളക്കും, അവൾ നിരപരാധി, അമൃതചുംബനം, ശരപഞ്ചരം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ലാവ, തിരയും തീരവും, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, രജനീഗന്ധി, ഹൃദയം പാടുന്നു, മീൻ, എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം, നിദ്ര, സഞ്ചാരി, തുഷാരം, ഈ നാട്, വീട്, ഉണരൂ, ഇനിയെങ്കിലും, ഇന്നല്ലെങ്കിൽ നാളെ, ഒരു മാടപ്രാവിന്റെ കഥ, പിന്നിലാവ്, നാൽക്കവല, നാടോടിക്കാറ്റ്, ധ്വനി, ഗസൽ, പൻ എന്നുവേണ്ട എത്ര ഗാനങ്ങൾക്കാണ് അദ്ദേഹം സംഗീതം കൊടുത്തതെന്നറിയാമോ? അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് യൂസഫ് അലി കേച്ചേരി എഴുതി ഈണമിട്ട ഗാനങ്ങൾ, വിവിധ സംഗീത സംവിധായകർ ഈണമിട്ട ഗാനങ്ങൾ നമുക്ക് പാടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൃഷ്ണ